ഉമ്മച്ചിയും നമ്മളെ യാമികുട്ടിയും ആളിയും ഷെഫ്കുട്ടിയും എല്ലാരും വരും. അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് കേട്ടോ ഞങ്ങൾ. നെയ്ച്ചോറ് റെഡി. ഞങ്ങളെ ഒന്ന് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ യാമികുട്ടി നമ്മളെ തറവാട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അല്ലേ അടിപൊളി. ഓർമ്മ ഒതുക്കൊണ്ട് നിങ്ങൾ നേർച്ചക്കൊന്നും ഇറങ്ങണില്ല. അപ്പോഴേ ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് എല്ലാവരും നമ്മളെ വീട്ടിലുണ്ടാവുന്ന ദിവസമാണ്. അപ്പോൾ കുറച്ച് ക്ലീനിങ്ങിലൊക്കെ ആയിരുന്നു. ഇത് ഞാൻ 2 ദിവസം മുന്നേ തന്നെ വീട് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു നനച്ചുള്ളി പോലൊക്കെ എല്ലായിടത്തും ഒന്ന് പൊടിയൊക്കെ തട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉമ്മച്ചില്ലാത്തൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ പോയിട്ട് ആ വീഡിയോ അങ്ങനെ അവിടെ കിടന്നു. അപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നനച്ചുള്ളിന്റെ ഭാഗമായിട്ട് എല്ലാവരും എല്ലായിടത്തും നന്നായിട്ട് ക്ലീൻ ആക്കുമല്ലോ. അപ്പം അങ്ങനെ എല്ലായിടത്തും നല്ല ലേസുകളൊക്കെ ഒഴിച്ച് ഇപ്പം നല്ല കട്ടിലും സോഫയും വാതിലും ജനലും അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും ഇതൊക്കെ നമ്മൾ എപ്പോഴും തുടക്കുന്ന സാധനം തന്നെയാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഇമ്മച്ചി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദിവസം ഇല്ലാത്തതുകൊണ്ട് അത്ര തന്നെ അങ്ങനെ ക്ലീനിങ് നടന്നിട്ടുണ്ടാവില്ല. ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് പോവല്ലേ. കാരണം ചില ദിവസം നല്ല തിരക്കുള്ള ദിവസമായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കിയേ ചെയ്യുള്ളൂ. ഉമ്മച്ചിന്റെ എല്ലാം നല്ല വൃത്തിയായിട്ടിരിക്കുന്നല്ലേ. അപ്പൊ എന്തായാലും ഉമ്മച്ചി വരുന്നതിന്റെ മുന്നേ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലീൻ ആക്കാന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ കലാപരിപാടി തുടങ്ങി. ഒക്കെ ചെയ്തേക്കുള്ള അത്ര ഞാൻ കുട്ടിയല്ലേ. ഇന്നത്തെ റെസിപ്പി എന്താ പറഞ്ഞാൽ നെയ്ച്ചോറും അതിന്റെ ഉള്ളിൽ നമ്മള് വൈകുന്നേരം ഇറക്കി നമുക്ക് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ചിക്കൻ ചില്ലി ഇന്നസ് ഇന്നലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനൊരു കുഞ്ഞു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവൾ അതിന് വേണ്ടി വന്നതായിരുന്നു. ഇന്ന് ഷൈത്തിയും ഇമ്മച്ചിയും നമ്മളെ യാമികുട്ടിയും ആളിയും ഷെഫ്കുട്ടിയും എല്ലാരും വരും. അപ്പൊ അതിന്റെ ഒരുക്കത്തിലാണ് കേട്ടോ ഞങ്ങള്. സുലു കുറച്ച് കഴിഞ്ഞാൽ എത്തും. ഇപ്പൊ ഏകദേശം ഒരു 11 മണിയായി. സുലു സായിക്കുട്ടിക്ക് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞാൽ സുലു വരും. പിന്നെ നജിത്ത് ഉണ്ട്. പിന്നെ സിദ്ദിഖലയും വന്നിട്ടുണ്ട്. അബുദാബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അളയിനൊരു രാത്രി വരുള്ളൂ. ഇന്നിപ്പോ ആ സന്തോഷത്തിൽ ഏതോ ഒരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങള് ക്ലീനിങ്ങിന്റെ പരിപാടിയിലാണ്. ഞാൻ ക്ലീൻ ചെയ്യാണ്. ജാസ്മിൻകുട്ടി ഇന്ന് ഫുഡ് ഉണ്ടാക്കുകയാണ്. ഞാൻ നെയ്ച്ചോറും ചില്ലി ചിക്കനും കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. പിന്നെ നാളെയാണ് പട്ടാമ്പി നേർച്ച. അപ്പൊ അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഒരുമിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇന്ന് എന്തായാലും നമ്മളെ ഇന്നത്തെ വ്ളോഗില് ഷൈത്ത വരുന്ന യാമികുട്ടി നമ്മളെ വീട്ടിലേക്ക് ആദ്യമായിട്ട് തറവാട്ടിലേക്ക് വരുന്ന വിശേഷമാണ് നമ്മളെ ഇന്നത്തെ വ്ളോഗിൽ. ഓക്കെ, അത് ഫുള്ള് കാണിച്ചു നേർച്ച നാളത്തെ വ്ളോഗൊക്കെ കേട്ടോ. അപ്പൊ ഇപ്പൊ ഇവിടെ ജാസ്മിൻകുട്ടി ഉണ്ണിക്കുട്ടനും ഞാനും കുട്ടികളും ഇന്നുമോളും വാപ്പയും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ സുലും സായിക്കുട്ടനും വരും. സായിക്കുട്ടിക്ക് എക്സാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അസറിനാണ് കേട്ടോ ഷൈത്തിയും ഉമ്മച്ചി അവരെല്ലാവരും വരുന്നത്. പിന്നെ നൈറ്റ് നമ്മൾ നെജിത്തിയും സിനിമോളും ഐഷട്ടിയും പിന്നെ അളിയൻ അബുദാബി വന്നിട്ടുണ്ട്. അവരെല്ലാവരും നൈറ്റും വരും കേട്ടോ. അപ്പൊ പുതിയ ബെഡ്ഷീറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടെന്ന് കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനപ്പോ വേഗം ഒന്ന് കഴുകി വെയിലത്തിടാന്ന് വിചാരിച്ചു. ചിക്കൻ ചില്ലി റെഡി. നല്ല കിലോസ്ക്ക് നെയ്ച്ചോറ് റെഡി. ഇത് ബിരിയാണിയാണോ? നെയ്ച്ചോറ് കഴിഞ്ഞോളൂ. ചിക്കൻ ചിക്കൻ്റെ ലോഡോടെ പൊരിച്ചിട്ടില്ലേ. ഓക്കെ, ഇഷ്ടം പോലെ കുട്ടികൾക്ക് മാത്രമുള്ള കേട്ടോ. അതിന്റെ നമുക്കുണ്ട് എല്ലാവർക്കും ഡയറി മിൽക്ക് കാര്യങ്ങൾ. അങ്ങനെ ഏകദേശം പുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പിലാണ് അല്ലേ. ബിരിയാണി തോൽക്കുന്ന നെയ്ച്ചോറാണ് കേട്ടോ. അതെ, നിങ്ങൾ കുട്ടികളൊരു കാര്യം ചെയ്യാൻ ഒരു സ്റ്റൂൾ കൊടുന്നു. വെരി ഗുഡ് ബോയ്. അടുത്ത ആളുകളൊക്കെ ഇവിടെ സ്റ്റൂളായി. സായിക്കുട്ടിക്ക് സ്റ്റൂൾ കിട്ടി. ഓക്കെ, അപ്പൊ എല്ലാവർക്കുള്ള സ്റ്റൂളായി. ഇത് അസൂക്ക് കൊടുക്ക്. നീയത് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ? അല്ല, ആദ്യം പെറുക്കാണ്ടാവും. ബോയ് ഫ്രണ്ട് ആരാ വിളിക്കുന്ന ബോയ് ഫ്രണ്ട്. കൊഞ്ചം അച്ചാർ കൊടുക്കുക തമ്പി. നെയ്ച്ചോറും കറി കണ്ടപ്പോ പേസുട്ടൊരു അപ്പ തുടങ്ങി. എന്റെ മോളെ കല്യാണത്തിന് അത് കണ്ടപ്പോ ഇന്നൊക്കെ ഒരു പൂളാക്കാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ഇന്നത്തെ പ്രോഗ്രാമിന് നമുക്ക് കേക്കും കപ്പ് കേക്കും ഡൊണറ്റ്സ് ഒക്കെ കൊടുന്നു തരുന്നത് നമ്മളുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഇവർക്ക്. അവിടെ നിന്ന് കോൺടാക്ട് ചെയ്താണ്. അഞ്ജൂസ് കേക്ക് തന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. ഇത് എന്തൊക്കെയാ പേരെ സന്ധ്യ ഇതില് തന്നെ സന്ധ്യ ഇതോ രണ്ടുപേരും കൂടി ആണോ അതോ താനാണല്ലേ? ഓക്കെ, നമുക്ക് അടിപൊളി കേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പിടിച്ചോ, 2 കൈ കൊണ്ട് പിടിച്ചോ. ഒന്ന് ഫ്രിഡ്ജ് ഹെൽപ്പ് ചെയ്തോ. ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേ
എന്നിട്ട് കേക്ക് എങ്ങനെ ഉണ്ടെന്ന് കഴിച്ചിട്ട് പറയണ്ട കേട്ടോ. അവര് നമ്മള് ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരാണ് കേട്ടോ. അപ്പൊ എന്തായാലും അവർക്ക് ഒരുവിധം പട്ടാമ്പി ചുറ്റുപാടത്തുള്ള എവിടെ വേണമെങ്കിലും ഹോം ഡെലിവറി ഉണ്ടാവും. കോൾ ചെയ്താൽ മതി കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനൊരു കേക്കിന്റെ ഫോട്ടോ അയച്ചപ്പോൾ എനിക്ക് അതുപോലത്തെ കേക്കാണ് ഉണ്ടാക്കി തന്ന്. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ തന്നെ കേക്ക് ഓർഡർ ചെയ്തോളുണ്ട്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അടിപൊളി കേക്കുകൾ കിട്ടും കേട്ടോ. പുറപ്പെട്ടു പറഞ്ഞു തകൃതിയായിട്ട് ജാസ്മിന്റെ ചുരിദാർ ഒന്നും ഷേപ്പ് ആക്കാനുണ്ട്. ഇവിടുത്തെ പിള്ളേർ ബലൂൺസ് വേർപ്പിച്ചോണ്ട് ആഞ്ഞ് വേർപ്പിച്ചോണ്ട് 1 മണിക്കൂറുള്ളൂ ടൈം കുട്ടികളെ കിട്ടുന്നത്. സ്പെഷ്യൽ തൂണുമൊക്കെ ഞങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് ഗൈസ്. നീ നമ്മൾ അലങ്കരിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് കഴിഞ്ഞെടുത്ത് ഞങ്ങൾ അലങ്കരിക്കാൻ വേണ്ടി പോട്ടോ അല്ലേ. അപ്പൊ ഞങ്ങളെ ഒന്ന് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അവരിവിടെ എത്താറായിട്ടോ. കുറച്ച് സ്വീറ്റ്സും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. കേക്കൊക്കെ നേരത്തെ ചേച്ചി കൊടുക്കുന്ന ചേച്ചിയല്ല സന്ധ്യ കൊടുക്കുന്ന കേക്കൊക്കെ അല്ലേ, അതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയി കേട്ടോ. ധൃതിയ നമുക്ക് ഇത് നമ്മുടെ അഞ്ജൂസ് കേക്കാണ് കേട്ടോ. നമ്മളെ സന്ധ്യ ശ്രേയം കൂടി വന്ന് തന്ന കേക്കാണ്. നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വെൽക്കം ടീം ഷാസ്.com ആട്ടോ. കാരണം എല്ലാവരും ഉണ്ട്. വെൽക്കം ടീം ഷാസ്.com എന്നാണ് കേട്ടോ. എന്നെ സൈത്ത മാത്രമല്ല അലേനും ബേബിയൊക്കെ ഉണ്ട്. എല്ലാവരും കൂടിയുള്ള കേക്ക് കേട്ടോ. ഓക്കെ, അടിപൊളി സൽവാറിന്റെ കളക്ഷൻസ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഒരു ഇൻസ്റ്റഗ്രാം പേജ് ആണ് കേട്ടോ. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു മെറ്റീരിയലും അതിന്റെ വർക്കും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കളേഴ്സിലുണ്ട്. നമുക്ക് ഇതിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി അങ്ങനത്തെ ഒരു കളർഫുൾ ചുരിദാറുകളാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഇൻസ്റ്റഗ്രാം പേജിൽ കോൺടാക്ട് ചെയ്തോളൂ. യാമിക്കുട്ടി നമ്മളെ തറവാട്ട് വീട്ടിലേക്ക് കൊണ്ടിരിക്കുകയാണ്. ഷോർട്സ് ഒക്കെ ഇട്ടിക്കിയ കുട്ടി കൊട്ടെടുക്കാൻ പറ്റുന്ന ഡ്രസ് ഇട്ടിട്ട് സുന്ദരിയായിട്ടുണ്ട്. വലിയുള്ള ട്രീറ്റ്മെന്റ് ആട്ടോ ചെയ്തത്. വലിയ മാത്രമായിട്ട് നല്ല പാകമായിരുന്നു അല്ലേ. സുന്ദരിയായിട്ടുണ്ട്. അന്ന് വന്ന് പോയതാ ലാസ്റ്റ് ആയിട്ടല്ലേ. ആ അതെ, അന്ന് ഒരാഴ്ച ഒന്ന് പോയതാ. കുട്ടിനെയും കൊണ്ട് വന്നു. അൽഹംദുലില്ലാ അല്ലേ, അടിപൊളി. എനിക്ക് ഇത്ര വലിയ സ്വീകരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതൊക്കെ ഞങ്ങളെല്ലാരും ജാസിയുട്ടി ഞാനും ഇന്നുമോളും സുലർക്കായിരുന്നു കേട്ടോ. കേൾക്കുമ്പോ എഴുതി നോക്ക്. ടീം ഷാസ്.com എല്ലാരും ഉണ്ടല്ലോ. അതാ മിനിറ്റ്സ് മോഡലായിരുന്നു. ഇന്നതില് കൂട്ടിയിട്ടില്ല കേട്ടോ. ആരായി ടീം ഷാസ്.com ജ്യൂസ് കുടിച്ചോളി. കേക്ക് തന്ന അഞ്ജൂസ് കേക്കിന്റെ ഡോണറ്റ്സും കപ്പ് കേക്കൊക്കെ. ജ്യൂസ് കുടിക്കും.
ആ നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ നല്ല പേല ഉണ്ടാവില്ലെന്ന്. ആ നിങ്ങൾ മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ടല്ലേ? ആ ഓക്കെ. നിങ്ങളെ ടീം ഷാസ്.com. അപ്പൊ നിങ്ങൾ 3 പേരും കൂടി നിന്ന് മുറിക്കണ്ടേ? കേക്ക് ചെറിയ കയ്യോ മതി. കുട്ടിയുടെ സൈഡ് വെറുതെ പിടിക്കണ്ടേ? ഇവിടെ നിക്ക്. എങ്ങനെയല്ലേ കേക്ക്? നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മള് സന്ധ്യ ഉണ്ടാക്കിയത്. സന്ധ്യ നിങ്ങള് ചോദിച്ചു. സന്ധ്യ ശ്രേയ ഉണ്ട്. ശ്രേയ സന്ധ്യയുടെ അങ്ങനെയുണ്ട്. കേക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ട്. ഇനി ബാക്കി വെച്ച് കുട്ടികളോട് ഓരോരുത്തരായിട്ട് പകുതി കഴിച്ചു തുടങ്ങി. ഏകദേശം തീർന്നു തുടങ്ങി. അളിയ വേഗം കപ്പ് കേക്ക് എടുത്തതാ. അല്ലെങ്കിൽ സാധനം കിട്ടൂല. എന്തെങ്കിലും ഒരു വേദനയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ വീണ്ടും തള്ളിന്റെ കൊട്ട ഇവിടെ അങ്ങനെ അല്ലാതെ എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ കൊട്ട തിരിച്ചെത്തി. നമ്മളെ യാമിക്കുട്ടി നമ്മളെ വീട്ടിലേക്ക് വന്നിട്ട് ഇവിടെ കാഴ്ചകളൊക്കെ കണ്ടോണ്ടിരിക്കാണ് കേട്ടോ. ആകെ ദേഷ്യപ്പം നിങ്ങൾ വന്നിട്ടുണ്ട്. കുപ്പായൊക്കെ കുത്തുന്ന കുപ്പായ ഇതൊക്കെ മാറ്റി സുഖമുള്ള കുപ്പായ എടുക്കണം ബേബിനെ ഇടക്കാൻ വേണ്ടിട്ട്. ടർക്കിയിലൊക്കെ എടുപ്പിക്ക കാഴ്ചകൾ. പട്ടാൻ വീട്ടിലത്തെ കാഴ്ച കാണിച്ചെടുക്കാണ് ബേബിക്ക്. അതാ കുഞ്ഞിക്കാക്കാരൊക്കെ ഇവിടെ കളിക്കണം. ഓളിപ്പോ തന്നെ ജോലി എടുക്കാൻ തുടങ്ങിയോ? ഓൺ ഡ്യൂട്ടി. നിങ്ങൾ രണ്ടാളും ഉമ്മാന്റെ വീട്ടിക്ക് വന്നിക്ക, അമ്മാന്റെ വീട്ടിക്ക് വരുന്ന നിങ്ങൾ നീർച്ചക്ക് വന്നിക്ക. ഞങ്ങളോട് ഞങ്ങളീ പെങ്ങളും കൂടി വിരുന്ന് വന്നിക്കാണ് ഉമ്മാന്റെ വീട്ടിക്ക്. അതാ വിമാനം. ഇപ്പോഴും വിമാനത്തിനൊക്കെ ഇപ്പോഴും ഫാൻസ് ഉണ്ട് കേട്ടാ. വിമാനത്തിനൊക്കെ എത്ര ഫാൻസോ? പോയി അതാ എടി ഇവലൊന്നും ഇപ്പഴും വിമാനം കണ്ടില്ലടി. അതെ വിമാനം കാണാൻ ഇത്തിരി ആൾക്കാർ വന്നതാണ് അപൂർവ കാഴ്ചയായത്. അതിനാണ് ഞാൻ ഒരുക്കിയിരിക്കുന്നത്. ഷെഫ്കുട്ട പോവാണ് എന്റെ അങ്ങോട്ട് പോയില്ല. എന്റെ തിരുമ്പി വന്ന് പോയിട്ട് തിരിച്ചു വന്ന് അന്ന് പറഞ്ഞ പോയില്ല. എന്നിട്ട് തിരിച്ചു വന്നെ പോയില്ല. എന്നാലും ഷെഫ്മാന്റെ പല്ല് ക്ലിപ്പ് അയച്ചിട്ട് എങ്ങനെയുണ്ട്? അതാ ശരിയാക്കി നല്ല പറ്റുന്നിരുന്നു. ഞങ്ങൾ എത്ര സമയം എടുത്തു അറിയാതെ പൊട്ടാക്കാൻ വേണ്ടിട്ട്. എന്റെ എനിക്ക് അസോട്ടിന്റെ ഇന്നുന്റെ ഒക്കെ ഉണ്ട്. ഞങ്ങള് രാത്രി അവിടെ പുറത്ത് കുറച്ച് കാഴ്ചകളുടെ നിഴല് കാണണ്ടായില്ലേ?
ഇനി ഓരോ കിട്ടുട്ടോ. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, പിന്നെ ഒരു ചെറിയ കൊട്ടുംപാട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് പോവാട്ടോ അങ്ങോട്ട്. ജാസ്മിൻകുട്ടിയും സുലുപ്പും ഒരുപോലെ കാണാനില്ല, അപ്പൊ ഞങ്ങൾ ജസ്റ്റ് നടന്നു. നമ്മളെ യാമിക്കുട്ടിയും ഷൈത്തിയും ഷെഫ്കുട്ടിനും അളയനും ഉമ്മച്ചും ഒക്കെ അവിടെ ഉണ്ട്, വാപ്പൊക്കെ ഉണ്ട്, കുട്ടികളുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നടക്കാം. നമ്മള് പോയിരുന്നെങ്കിൽ മിസ്സായി. അടിപൊളിയല്ലേ കാണാൻ? അപ്പോൾ നമ്മളുടെ പട്ടാമ്പി നേരത്തെ ശരിക്കും ഇപ്പോൾ ഒരു ദേശീയോത്സവമായിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ. പട്ടാമ്പിയുടെ ദേശീയോത്സവമാണ്. അപ്പോൾ അതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് നമ്മുടെ MLA മൂസിൻ സാർ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ നെജിത്തയും അളിയനും സിനിമോളും നമ്മൾ ഐഷുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അനുമോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടത്തെ അളിയനാണ് ഓരോ ഓർമ്മ ഒതുക്കൊണ്ട്. നിങ്ങൾ നേർച്ചക്കൊന്നും ഇറങ്ങണില്ല? ഏതാണ്ട് ചോക്ലേറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നോക്കിട്ട് തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കാൻ പെട്ടെന്നല്ല. വീതം മറ്റുള്ളതാണ് കണ്ടില്ല. നിങ്ങള് അബുദാബി പോയിട്ട് ഫുഡ് കഴിച്ചില്ലല്ലോ? കൊറേ ആന പോയോ? നീർച്ചക്കില്ലാന്ന് പറഞ്ഞിട്ട് അതെ കുപ്പ വേണ്ട വേണ്ട